ഇന്ത്യക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ 5ാം ടെസ്റ്റിന്റെ 3ാം ദിനം വമ്പൻ റെക്കോർഡ് കുറിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയ. റൺ ചേസിനിടെയാണ് പാറ്റ് കമ്മിൻസിനെയും സംഘത്തെയും ചരിത്ര നേട്ടം തേടിയെത്തിയത്. 162 റൺസിന്റെ ചെറിയ വിജയലക്ഷ്യമാണ് ഈ ടെസ്റ്റിൽ ഓസീസിനു നൽകാൻ ഇന്ത്യക്കായത്. ഇതിലേക്ക് വളരെ പോസിറ്റീവായി ബാറ്റ് ചെയ്യവേ കങ്കാരുപ്പട പുതിയ റെക്കോർഡും കുറിക്കുകയായിരുന്നു. പരിക്കു കാരണം ക്യാപ്റ്റനും സ്റ്റാർ പേസറുമായ ജസ്പ്രീത് ബുംറ ന്യൂ ബോൾ എറിയുന്നതിൽ നിന്നും വിട്ടുനിന്നിരുന്നു. പകരം മുഹമ്മദ് സിറാജും പ്രസിദ്ധ് കൃഷ്ണയും ചേർന്നാണ് ന്യൂ ബോൾ പങ്കിട്ടത്. ഇതോടെയാണ് ഇന്ത്യയെ കടന്നാക്രമിച്ച് ഓസീസ് ടീം തുടക്കത്തിൽ അതിവേഗം റൺസും അടിച്ചെടുത്തത്. ബുംറയെ ഇന്ത്യൻ ടീം എത്രമാത്രം മിസ് ചെയ്യുന്നതായി ഇത് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് ചരിത്രത്തിലെ ഒരു ഇന്നിംഗ്സിൽ ആദ്യത്തെ 3 ഓവറിൽ ഏറ്റവും അധികം റൺസ് എന്ന റെക്കോർഡിനാണ് ഓസ്ട്രേലിയ അവകാശികളായത്. വിക്കറ്റ് നഷ്ടമില്ലാതെ 35 റൺസാണ് ആദ്യ 3 ഓവറിൽ കങ്കാരുപ്പട വാരിക്കൂട്ടിയത്. ടെസ്റ്റിന്റെ ഒരു ഇന്നിംഗ്സിലെ ആദ്യ 3 ഓവറിൽ ഓസീസ് ഇത്രയും റൺസ് അടിച്ചെടുക്കുന്നത് ഇതാദ്യമായിട്ടാണ്. നായകൻ ജസ്പ്രീത് ബുംറയുടെ അഭാവത്തിൽ ന്യൂ ബോൾ കൈകാര്യം ചെയ്ത മുഹമ്മദ് സിറാജിനും പ്രസിദ്ധ് കൃഷ്ണയ്ക്കും ഓസീസിനെ സമ്മർദ്ദത്തിലാക്കാനുമായില്ല. സിറാജാണ് ആദ്യ ഓവർ ബൗൾ ചെയ്തത്. 13 റൺസാണ് അദ്ദേഹം വാരിക്കോരി നൽകിയത്. വൈഡിലൂടെ 4 ഉൾപ്പെടെ 5 റൺസും ഇതിലുണ്ടായിരുന്നു. സാം കോൺസസും ഉസ്മാൻ ഖവാജയും ചേർന്നാണ് ഓസീസിനായി ഓപ്പൺ ചെയ്തത്. സ്ട്രൈക്ക് നേരിട്ട കോൺസസിന് ആദ്യ 2 ബോളിൽ റണ്ണൊന്നും എടുക്കാനായില്ല. എന്നാൽ അടുത്ത ബോൾ വൈഡ് എറിഞ്ഞ് അത് ബൗണ്ടറിയുമാക്കി മാറ്റിയ സിറാജ് എതിരാളികൾക്ക് 5 റൺസ് ദാനം ചെയ്യുകയായിരുന്നു. ഓവറിലെ അവസാനത്തെ ബോളിൽ കോൺസ്റ്റാസ് ബൗണ്ടറിയും പായിച്ചു. പ്രസിദ്ധിനായിരുന്നു 2ാമത്തെ ഓവർ. സിറാജിനെ പോലെ തുടക്കത്തിൽ മികച്ച ലൈനും ലെങ്ത്തും കണ്ടെത്താൻ അദ്ദേഹവും പാടുപെട്ടു. ലെഗ് സൈഡിലേക്കാണ് പ്രസിദ്ധ് കൂടുതൽ ബോളുകൾ എറിഞ്ഞത്. ആദ്യ 4 ബോളിൽ താരം 3 സിംഗിളുകൾ വഴങ്ങി. അടുത്ത ബോളിൽ വൈഡിലൂടെ 3 റൺസും പ്രസിദ്ധ് വിട്ടുകൊടുത്തു. അടുത്ത ബോളിൽ കോൺസ്റ്റാസ് ബൗണ്ടറിയും കണ്ടെത്തി. ഈ ഓവറിൽ ലഭിച്ചത് 13 റൺസാണ്. 2 ഓവർ കഴിഞ്ഞപ്പോൾ ഓസ്ട്രേലിയ 26 റൺസ്. ടെസ്റ്റ് ചരിത്രത്തിൽ ആദ്യത്തെ 3 ഓവറിൽ ഇന്ത്യൻ ടീം ഇത്രയും റൺസ് വഴങ്ങിയത് ഇതാദ്യമായിട്ടാണ്. സിറാജ് എത്തി 3ാം ഓവറിലും റണ്ണൊഴുകി 9 റൺസാണ് ഓസീസിന് ലഭിച്ചത്. ആദ്യത്തെ ബോളിൽ കോൺസ്റ്റാസിന് റണ്ണൊന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ അടുത്ത 2 ബോളിലും താൻ ബൗണ്ടറി പായിച്ചു. ആദ്യ ഇന്നിംഗ്സിൽ 200 റൺസ് പോലും തെറ്റിക്കാൻ സാധിക്കാതെ പോയ ഇന്ത്യ 2ാം ഇന്നിംഗ്സിലും ബാറ്റിംഗിൽ ഫ്ലോപ്പായി മാറി. 3ാം ദിനം രാവിലെ തന്നെ വെറും 157 റൺസ് ഇന്ത്യ കൂടാരം കയറി. ഇതോടെ 162 റൺസിന്റെ ചെറിയ വിജയലക്ഷ്യം മാത്രമാണ് ഓസീസിന് നൽകാൻ ഇന്ത്യക്കായത്. 33 ബോളിൽ 62 റൺസ് അടിച്ചെടുത്ത ഋഷഭ് പന്തിനൊഴികെ മറ്റാർക്കും ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിൽ പിടിച്ചു നിൽക്കാനായില്ല. 22 റൺസ് എടുത്ത യശസ്വി ജയ്സ്വാളാണ് 20-ന് മുകളിൽ സ്കോർ ചെയ്ത മറ്റൊരാൾ. ആദ്യ വിക്കറ്റുകൾ പിഴുത സ്കോട്ട് ബോളണ്ടാണ് ഇന്ത്യയെ എറിഞ്ഞൊതുക്കിയത്.